എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഓൺലൈനായി എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോഴോ ഡെലിവറി എന്ന വാക്കിനെക്കുറിച്ച് എത്രത്തോളം ആഴത്തിൽ ചിന്തിക്കാറുണ്ട് അല്ലേ? ഒരു സാധനം കയ്യിൽ കിട്ടുന്നു, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ നിയമത്തിന്റെ കണ്ണിൽ ഇതൊരു വെറും കൈമാറ്റമല്ല. അതിന് കൃത്യമായ ചില നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെയുണ്ട്. ഇന്ന് നമ്മൾ ആ നിയമങ്ങളുടെ ലോകത്തേക്കാണ് ഒരു യാത്ര പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിയമത്തിന്റെ കണ്ണിൽ എന്താണ് ശരിക്കും ഡെലിവറി? നമ്മൾ എന്നും ഓരോന്ന് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. ഒരു കൊറിയർ ബോക്സ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണോ ഡെലിവറി? അതോ ഒരു കാറ് വാങ്ങുമ്പോൾ അതിന്റെ താക്കോൽ കൈമാറുന്നതോ? ചിലപ്പോൾ ഇവ രണ്ടും ഡെലിവറിയാണ്, ചിലപ്പോഴല്ല. അപ്പോ നിയമപരമായി ഡെലിവറി എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സാധനം കൈമാറിയാൽ മാത്രം മതിയോ? നമുക്കതിന്റെ ഉത്തരം കണ്ടെത്താം. അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏതൊരു കച്ചവടമെടുത്താലും അതിന്റെ ഏറ്റവും കാതലായ ഭാഗം എന്താണ്? അത് വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിലുള്ള ഒരു ധാരണയാണ്. രണ്ടുപേർക്കും ചില പ്രധാന കടമകളുണ്ട്. നമുക്ക് നോക്കാം അതെന്തൊക്കെയാണെന്ന്. ഇവിടെ നോക്കൂ, സംഭവം വളരെ സിമ്പിളാണ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ സെക്ഷൻ 31 പറയുന്നത് ഇത്രമാത്രമാണ്. വിൽക്കുന്ന ആൾ സാധനം ഡെലിവറി ചെയ്യണം, വാങ്ങുന്ന ആളോ അത് സ്വീകരിച്ച് അതിന്റെ പണം കൊടുക്കണം. ലളിതമല്ലേ? ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഒരാൾ സാധനം തരാൻ തയ്യാറാകുമ്പോൾ മറ്റേയാൾ പണം നൽകാനും തയ്യാറായിരിക്കണം. ഒരു കച്ചവടത്തിന്റെ ഹൃദയം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. ഓക്കെ, അപ്പൊ കടമകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഡെലിവറിയുടെ കാര്യത്തിലേക്ക് വരാം. ഡെലിവറി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നതെന്താ? ഒരു സാധനം നേരിട്ട് കയ്യിൽ കിട്ടുന്നതല്ലേ? എന്നാൽ നിയമം പറയുന്നത് ഡെലിവറി അത് മാത്രമല്ല എന്നാണ്. ചില സമയങ്ങളിൽ സാധനം ഒരിഞ്ച് പോലും അനങ്ങാതെ ഡെലിവറി പൂർത്തിയാക്കാൻ പറ്റും. അതെങ്ങനെയെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നിയമപരമായി 3 തരം ഡെലിവറികളുണ്ട്. അപ്പോൾ ഇതാണ് ആ 3 വഴികൾ. ഒന്നാമത്തേത് ആക്ച്വൽ ഡെലിവറി, അതായത് സാധനം നേരിട്ട് കൈമാറുന്നത്, നമ്മൾ സാധാരണ കാണുന്ന ഡെലിവറി. രണ്ടാമത്തേത് സിംബോളിക് ഡെലിവറി, അതായത് പ്രതീകാത്മകമായ ഒന്ന് കൈമാറുന്നു. ഉദാഹരണത്തിന് ഒരു ഗോഡൌണിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ താക്കോൽ കൈമാറുന്നത്. താക്കോല് കിട്ടിയാൽ പിന്നെ ആ സാധനങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലായി. ഇനി വരുന്നു മൂന്നാമത്തേത്, കൺസ്ട്രക്റ്റീവ് ഡെലിവറി. ഇതാണ് കൂട്ടത്തിലെ ഏറ്റവും രസകരം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊരു സാധനം വാങ്ങി പണം കൊടുത്തു, പക്ഷേ ആ സാധനം ഇപ്പോഴും വിൽക്കുന്ന ആളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ അയാളോട് പറയുകയാണ്, ഇതൊന്ന് കുറച്ചുനാൾ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പിന്നീട് വന്നെടുത്തോളാം. ആ നിമിഷം മുതൽ അയാൾ ആ സാധനത്തിന്റെ ഉടമയല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി അത് സൂക്ഷിക്കുന്ന ഒരാൾ മാത്രമാണ്. നിയമപരമായി പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞു. സാധനം ഒരിഞ്ച് പോലും മാറിയിട്ടില്ലെങ്കിലും. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കൺസ്ട്രക്റ്റീവ് ഡെലിവറി നടക്കണമെങ്കിൽ ഇതിൽ ഉൾപ്പെട്ട എല്ലാവരും അതറിഞ്ഞ് സമ്മതിക്കണം. അതായത് വിൽക്കുന്നയാൾ, വാങ്ങുന്നയാൾ, ഇനിയിപ്പോ സാധനം ഒരു മൂന്നാമത്തെ ആളുടെ ഗോഡൌണിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ആളും, എല്ലാവരുടെയും സമ്മതം വേണം. ഗോഡ്സ് വേഴ്സസ് റോസ് എന്നൊരു പഴയ കേസിൽ സംഭവിച്ചതിതാണ്. വിൽക്കുന്നയാൾ വാങ്ങുന്നയാളോട് പറയാതെ ഗോഡൌൺ കീപ്പറോട് പറഞ്ഞു സാധനം കൈമാറാൻ. പക്ഷെ വാങ്ങുന്നയാൾ ഇത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കോടതി പറഞ്ഞു അത് ശരിയായ ഡെലിവറി അല്ലെന്ന്. അപ്പ എല്ലാവരുടെയും സമ്മതം നിർബന്ധം. ഓക്കെ, ഡെലിവറി എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: എപ്പോൾ ഡെലിവർ ചെയ്യണം? എവിടെ വെച്ച് ഡെലിവർ ചെയ്യണം? നമ്മുടെ കോൺട്രാക്റ്റിൽ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും? പേടിക്കേണ്ട, നിയമത്തിൽ ഇതിനും കൃത്യമായ ഉത്തരങ്ങളുണ്ട്. ഇവിടെ നിയമം പറയുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. സെക്ഷൻ 32 അനുസരിച്ച് സാധനം കൈമാറുന്നതും പണം കൊടുക്കുന്നതും ഒരേ സമയം നടക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊരു ത്രാസ് പോലെ സങ്കൽപ്പിക്കുക. ഒരു തട്ടിൽ ഡെലിവറി, മറുതട്ടിൽ പണം, രണ്ടും ബാലൻസ്ഡ് ആയിരിക്കണം. വിൽക്കുന്നയാൾ സാധനം തരാൻ റെഡിയാകുമ്പോൾ വാങ്ങുന്നയാൾ പണം കൊടുക്കാനും റെഡിയായിരിക്കണം. അതാണ് അതിന്റെ നിയമം. ഇനി പറയാൻ പോകുന്നത് പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. സെക്ഷൻ 35 അനുസരിച്ച് കോൺട്രാക്റ്റിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സാധനം ഡെലിവറി ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി ആവശ്യപ്പെടേണ്ടത് വാങ്ങുന്നയാളുടെ ഉത്തരവാദിത്തമാണ്. അതെ, വിൽക്കുന്നയാൾ സാധനം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ പോയി ചോദിക്കണം. അപ്പോ അടുത്ത തവണ എന്തെങ്കിലും വാങ്ങുമ്പോൾ ഈ കാര്യം ഓർമ്മ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഡെലിവറി എവിടെ വെച്ച് നടക്കണം? കോൺട്രാക്റ്റില് സ്ഥലം പറഞ്ഞിട്ടില്ലെങ്കിൽ നിയമം വളരെ വ്യക്തമാണ്. നമ്മൾ വാങ്ങുന്ന സാധനം ഓൾറെഡി ഉള്ള ഒന്നാണെങ്കിൽ വിൽപ്പന നടക്കുന്ന സമയത്ത് അത് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വെച്ചാണ് ഡെലിവറി. ഇനി ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്നൊരു സാധനമാണെങ്കിലോ അത് എവിടെയാണോ ഉണ്ടാക്കുന്നത് ആ ഫാക്ടറിയിലോ വർക്ക്ഷോപ്പിലോ വെച്ചായിരിക്കും ഡെലിവറി. വളരെ സിമ്പിൾ. ഇനി നമുക്ക് പാർട്ട് ഡെലിവറിയുടെ കാര്യം നോക്കാം. അതായത് ഭാഗികമായി സാധനങ്ങൾ തരുന്നത്. നിങ്ങളൊരു 100 കസേര ഓർഡർ ചെയ്തു എന്ന് വെക്കുക. വിൽക്കുന്നയാൾ
ഇന്ന് 10 എണ്ണം കൊണ്ടുവന്ന് തന്നു. ബാക്കിയുള്ള 90 എണ്ണവും തരാമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ 10 എണ്ണം തന്നതെങ്കിൽ നിയമപരമായി ആ 100 കസേരയുടെയും ഡെലിവറി ആരംഭിച്ചതായി കണക്കാക്കും. എന്നാൽ ഈ 10 എണ്ണം ബാക്കിയുള്ളവയുമായി ബന്ധമില്ലാത്തൊരു പ്രത്യേക ഭാഗമായിട്ടാണ് തരുന്നതെങ്കിൽ അത് മുഴുവൻ ഡെലിവറിയുടെ ഭാഗമായി കണക്കാക്കില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമെന്താണ്? ആ ഡെലിവറിക്ക് പിന്നിലുള്ള ഉദ്ദേശമാണ്. ഇതുവരെ നമ്മൾ നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്ന് കണ്ടു. പക്ഷേ ജീവിതത്തിൽ എപ്പോഴും എല്ലാം കൃത്യമായി നടക്കണമെന്നില്ലല്ലോ, അല്ലേ? ചിലപ്പോൾ ഡെലിവറിയിൽ പ്രശ്നങ്ങൾ വരാം, ഓർഡർ ചെയ്ത അളവിൽ സാധനം കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കൂട്ടത്തിൽ വന്നാലോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വാങ്ങുന്നയാൾ എന്ന നിലയിൽ നിങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ആ പ്രായോഗികമായ വശങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും സാധാരണയായി വരുന്നൊരു പ്രശ്നം, നിങ്ങൾ ഓർഡർ ചെയ്തതിലും കുറഞ്ഞ അളവിലാണ് സാധനം വന്നതെങ്കിൽ എന്തു ചെയ്യും? ഉദാഹരണത്തിന് 10 സാധനം ഓർഡർ ചെയ്തു, പക്ഷെ കിട്ടിയത് 8 എണ്ണം മാത്രം. അപ്പോഴെന്തു ചെയ്യാം? വാങ്ങുന്നയാളെന്ന നിലയിൽ നിങ്ങൾക്ക് 2 ഓപ്ഷനുകളുണ്ട്. ഒന്നാമത്തേത്, വന്ന 8 എണ്ണവും വേണ്ടെന്ന് വെക്കുക, ആ ഡെലിവറി മുഴുവനായും നിരസിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ, കിട്ടിയ 8 എണ്ണം സ്വീകരിക്കുക, എന്നിട്ട് അതിന് മാത്രം കരാർ പ്രകാരമുള്ള വില നൽകുക. പോരാത്തതിന് ആ 2 സാധനം കുറഞ്ഞതുകൊണ്ടുള്ള നഷ്ടത്തിന് നിങ്ങൾക്ക് കേസ് കൊടുക്കുകയും ചെയ്യാം. അപ്പോ അധികാരം നിങ്ങളുടെ കയ്യിലാണ്. ശരി, ഇനി നേരെ തിരിച്ചൊരു സാഹചര്യം നോക്കാം. നിങ്ങൾ 10 എണ്ണം ഓർഡർ ചെയ്തു, പക്ഷെ വിൽക്കുന്നയാൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ 12 എണ്ണം അയച്ചു തന്നു. അപ്പോൾ എന്തു ചെയ്യും? ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷനുകളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് വേണ്ട 10 എണ്ണം മാത്രം എടുത്തിട്ട് ബാക്കി 2 എണ്ണം തിരിച്ചയക്കാം. 2, ആ വന്ന ഡെലിവറി മൊത്തത്തിൽ വേണ്ടെന്ന് വെക്കാം, ആ 12 എണ്ണവും നിരസിക്കാം. അല്ലെങ്കിൽ മൂന്നാമതായി, ആ അധികം വന്ന 2 എണ്ണം കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 12 എണ്ണവും സ്വീകരിച്ചിട്ട് അതിനുള്ള മുഴുവൻ പണവും നൽകാം. വീണ്ടും തീരുമാനം പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഇനി മൂന്നാമതൊരു സാഹചര്യം, നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളുടെ കൂടെ ഓർഡർ ചെയ്യാത്ത വേറെ ചില സാധനങ്ങൾ കൂടി കലർത്തിയാണ് ഡെലിവറി വന്നതെങ്കിലോ? സെക്ഷൻ 37 ഈ കാര്യത്തിൽ എന്തു പറയുന്നു എന്ന് നോക്കാം. ഇവിടെയും നിങ്ങൾക്ക് 2 വഴികളുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ മാത്രം അതിൽ നിന്ന് തെരഞ്ഞെടുത്തെടുക്കാം, ബാക്കിയുള്ളവ നിരസിക്കാം. അല്ലെങ്കിൽ ആ വന്ന പാക്കേജ് മൊത്തത്തിൽ വേണ്ടെന്ന് വെക്കാം. മോറൻകോ എന്നൊരു കേസിൽ സംഭവിച്ചത് തന്നെയാണ്. സാധനങ്ങൾ കരാറിൽ പറഞ്ഞ രീതിയിലല്ല പാക്ക് ചെയ്തത് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് വാങ്ങുന്നയാൾക്ക് ആ ഡെലിവറി മുഴുവനായി നിരസിക്കാൻ അവകാശമുണ്ടെന്ന് കോടതി വിധിച്ചു. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചത് വർഷങ്ങൾ പഴക്കമുള്ളൊരു നിയമത്തെക്കുറിച്ചാണ്. പക്ഷേ ഇന്നത്തെ ലോകം എത്രമാത്രം മാറി, അല്ലേ? നമ്മളിപ്പോൾ ഓൺലൈനായി സാധനങ്ങൾ വാങ്ങുന്നു, അതിർത്തികൾ കടന്ന് കച്ചവടം നടക്കുന്നു. ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഈ പഴയ ഡെലിവറി നിയമങ്ങൾ ഈ പുതിയ ഡിജിറ്റൽ ലോകത്തിന് എത്രത്തോളം അനുയോജ്യമാണ്? ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നത് ഏത് തരം ഡെലിവറിയാണ്? കാലത്തിനനുസരിച്ച് ഈ നിയമങ്ങളും മാറേണ്ടതല്ലേ? ഇതൊരു വലിയ ചോദ്യമാണ്. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.